ഹലോ, നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനമുള്ള മാർട്ടല്ലോ ടവറാണ്. എന്താണ് മാർട്ടല്ലോ ടവർ എന്നല്ലേ? 19-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സൈന്യത്തിനെതിരെ ബ്രിട്ടീഷ് സൈന്യം നിർമ്മിച്ച മാർട്ടല്ലോ ടവറുകളെ പറ്റിയിട്ടാണ്. അതിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു മാർട്ടല്ലോ ടവറിനെയാണ് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അയർലൻഡിൽ തന്നെ വളരെ കുറച്ച് മാത്രമേ ഈ മാർട്ടല്ലോ ടവറുകൾ ഇന്നും അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും കണ്ടിട്ട് വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഇതാണ് മാർട്ടല്ലോ ടവർ. കരിങ്കൽ ഭിത്തികളായി തീർത്തിരിക്കുന്ന ഈ ടവറിന് ഏകദേശം 200 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഇല്ല, പക്ഷെ അതാണ് സത്യം. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതൊരു ഡോറായിരുന്നു തോന്നുന്നുണ്ട്, അത് അടച്ചിട്ടുണ്ട്. ഒരു സെപ്പറേറ്റ് ന്യൂ ഡോറ് അവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രേ ഡാർട്ട് ലൈൻ. എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന കേട്ടോ ഈ കടൽ ഒത്തിരി അങ്ങ് ഉൾവലിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഇവിടം വരെ കടൽ കയറി വരുന്ന ഞാൻ വരുന്ന സമയങ്ങളിലൊക്കെ ഇപ്പോൾ ഒത്തിരി ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 1800-കൾ 1900-ൻ്റെ കാലഘട്ടത്തിലെല്ലാം ബ്രിട്ടീഷുകാരും മറ്റുള്ള രാജ്യക്കാരും ഒക്കെ ആയിട്ട് ഒരുപാട് യുദ്ധങ്ങൾ നടക്കുമായിരുന്നു. അങ്ങനെ യുദ്ധത്തിൽ മറ്റ് രാജ്യങ്ങൾക്കെതിരെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് അവർ വാർഫെയ്സായിട്ട് യൂസ് ചെയ്തുവച്ച വസ്തുക്കളാണ് ഈ മാർട്ടല്ലോ ടവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അയർലൻഡിൽ തന്നെ കോസ്റ്റൽ ഏരിയകളിൽ ആണ് മെജോറിറ്റി ആയിട്ടും ഈ മാർട്ടല്ലോ ടവറുകൾ അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ബ്ലാക്ക് റോക്കിൽ വന്നപ്പോഴത്തേക്കും കാണാൻ ഇടയായ ഒരു മാർട്ടല്ലോ ടവറിൻ്റെ മുന്നിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഞാൻ കാണിച്ച് തന്ന ഈ മാർട്ടല്ലോ ടവർ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെപ്പറ്റി അറിയാവുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു എപ്പിസോഡ് വരുന്നവരേക്കും ബൈ.